ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സാരി പ്രീ പ്ലീറ്റിങ്ങും അതുപോലെ ഡ്രേപ്പിംഗും ആണ് കേട്ടോ. അപ്പോൾ ഇതൊരു കോട്ടൺ മിക്സ് ആയിട്ടുള്ളൊരു സിൽക്ക് സാരിയാണ്. പ്യുവർ സിൽക്കും അല്ല, എന്നാൽ പ്യുവർ കോട്ടണും അല്ല, കുറച്ച് സ്റ്റിഫി ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ പ്രീ പ്ലീറ്റിന് നമുക്ക് മുന്താണി പോർഷനാണ് ആദ്യം പ്രീ പ്ലീറ്റ് ചെയ്യണത്. അപ്പോൾ ജസ്റ്റ് നമ്മുടെ സാരിയുടെ മുന്താണി ഇങ്ങനെ വെച്ച് നോക്കിയതിന് ശേഷം ഈ പുറത്തോട്ട് വരുന്ന പ്ലീറ്റ് വേണം നമ്മൾ ഫസ്റ്റ് പ്ലീറ്റ് എടുത്ത് തുടങ്ങാൻ. അപ്പോൾ അതിന് നമ്മൾ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കി ആ ഒരു പോർഷൻ്റെ അവിടെ പിടിച്ച് ജസ്റ്റ് നമ്മുടെ അയൺ ടേബിളിലേക്ക് വിരിച്ചു കൊടുക്കുക. ഇനി ഇവിടെ നിന്നാണ് നമ്മൾ ഇങ്ങനെ നമ്മുടെ സാരിയുടെ പ്ലീറ്റ്സ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് പിടിച്ച ആ പ്ലീറ്റ് ജസ്റ്റ് ഒന്ന് നമുക്ക് എത്ര വിഡ്ത്തിൽ ഓരോ പ്ലീറ്റ്സും വേണോ ആ ഒരു വിഡ്ത്തിൽ നമ്മൾ പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കട്ടെ. നല്ല രീതിയിൽ തന്നെ അയൺ ചെയ്യണം, കാരണം നമുക്ക് ആ ഒരു മാർക്ക് അയൺ ചെയ്ത് ആ ഒരു ഫോൾഡ് ചെയ്തതിൻ്റെ മാർക്ക് വേണം. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള സാരി ആ ഒരു ഫോൾഡ് ചെയ്ത മാർക്കില്ലേ അവിടേക്ക് ഇങ്ങനെ പിടിക്കുക. അങ്ങനെ നമ്മുടെ മൊത്തം മുന്താണിയുടെ ആ ഫുൾ വിഡ്ത്തും നമ്മളിങ്ങനെ പ്ലീറ്റ് ചെയ്ത് കൊണ്ടുവരാം, മടക്കി കൊണ്ടുവരാം. ഈ ഒരു പ്ലീറ്റ്സിൻ്റെ വിഡ്ത്ത് നമ്മൾ നേരത്തെ എടുത്ത പ്ലീറ്റിൻ്റെ വിഡ്ത്തിനൊക്കെ കുറവായിരിക്കണം, എന്നാലാണ് ഉള്ളിലോട്ട് കറക്റ്റ് നിൽക്കുള്ളൂ. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഓരോ പ്ലീറ്റ്സൊക്കെ പുറത്തേക്ക് വരും. അപ്പോൾ ഇതൊന്നുകൂടിയും മടക്കി നമ്മൾ ഫസ്റ്റ് പ്ലേറ്റ് എടുത്ത പ്ലേറ്റിൻ്റെ വിഡ്ത്തിനേക്കാൾ ഒന്നുകൂടിയും ചെറുതാക്കി കേട്ടോ. എന്നിട്ട് നല്ല നാരോ ആയിട്ടുള്ള പ്ലേറ്റ്സാണ് ഇതൊക്കെ. അപ്പോൾ അതും നന്നായിട്ട് അയൺ ചെയ്യണം. നല്ല നമുക്ക് ആ മാർക്സ് കാണാൻ പറ്റണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് അയൺ ചെയ്തിട്ട് പിന്നെ ഈ പ്ലേറ്റ്സൊക്കെ ഓപ്പൺ ചെയ്തിടുക. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ആദ്യം അയൺ ചെയ്ത പ്ലേറ്റില്ലേ അതിൻ്റെ മടക്ക് വരുന്ന പോർഷനിൽ നിന്ന് നമ്മളിങ്ങനെ പിടിച്ച് ബാക്കിയുള്ള പ്ലേറ്റ്സൊക്കെ അതിൻ്റെ ബാക്കിലോട്ട് വരുന്ന രീതിയിൽ ഇങ്ങനെ പിടിച്ച് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഈ ഒരു പോർഷൻ ഫസ്റ്റൊക്കെ ചെയ്യുന്നവർക്ക് കുറച്ച് നമ്മുടെ കയ്യിൽ ഒതുങ്ങാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, കാരണം ഇത് ഓൾറെഡി കുറച്ച് സ്റ്റിഫായിട്ടുള്ള മെറ്റീരിയലാണ്. പിന്നെ അത് പിടിക്കുമ്പോൾ ഫസ്റ്റൊന്നും ചിലപ്പോൾ ശരിയാവുമെന്ന് വരില്ല. നമ്മൾ സമയം എടുത്തിട്ട് തന്നെ അത് ഉള്ളിലോട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഫസ്റ്റ് മടക്കിയ പ്ലേറ്റ് ഉണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കണ പോലെ ജസ്റ്റ് അത് അപ്പുറത്തേക്ക് മടക്കി കൊടുക്കുക. കറക്റ്റായിട്ട് ഓപ്പൺ ചെയ്ത് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്ലീറ്റ്, അതായത് പുറത്തോട്ടേക്ക് വരുന്ന ഫസ്റ്റ് പ്ലീറ്റ്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ ബാക്കിലോട്ടായിട്ട് ഇങ്ങനെ നല്ല രീതിയിൽ ഒന്ന് പിടിച്ച് നമ്മൾ പിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ എത്രത്തോളം നമുക്ക് ബാക്കിലോട്ട് നമ്മുടെ മുന്താണിയുടെ ലെങ്ത്ത് വേണോ അത് ജസ്റ്റ് നമ്മുടെ ടേപ്പ് വെച്ചിട്ട് ബാക്കിലോട്ട് നമ്മളൊന്ന് ഷോൾഡറിൻ്റെ അവിടെ ടേപ്പ് പിടിച്ചിട്ട് ബാക്കിലോട്ട് ആ ടേപ്പ് ഒന്ന് വെച്ചിട്ട് ആ ലെങ്ത്ത് നോക്കുക. അപ്പോൾ ഒരു 46, 47, 45 ആ റേഞ്ചിലാവും നമുക്ക് കിട്ടുന്നുണ്ടാവാം. അപ്പോൾ അത് നമ്മുടെ ഒരു ടേപ്പ് വെച്ചിട്ട് മാർക്ക് ചെയ്ത് ആ മാർക്കിൻ്റെ അവിടെ ഒരു പിൻ ചെയ്ത് വെക്കുക. അപ്പോൾ അത്രയും ലെങ്ത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ അയൺ ചെയ്യണം കേട്ടോ. ഇത് ഒന്നാമത് സ്റ്റിഫി ആയിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അയൺ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇത്ര പിന്നിൻ്റെ ആവശ്യമൊന്നുമില്ല, ഒരു പിൻ അങ്ങനെ ചെയ്താൽ മതിയായിരിക്കും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ അയൺ ചെയ്യുക. അതിനുശേഷം ഇത് ഒരു നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഒരു 17, 16 അല്ലെങ്കിൽ 18 അത് നമ്മൾ ടേപ്പ് വെച്ചിട്ട് നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നമ്മുടെ വേസ്റ്റ് വരെയുള്ള പോർഷൻ്റെ അവിടേക്ക് നമ്മൾ മെഷർ ചെയ്ത് നോക്കുക. ആ ഒരു മെഷർമെൻറ്റ് നമ്മുടെ സാരിയിൽ മാർക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് പോർഷനിലേക്ക് നമ്മൾ അയൺ ചെയ്യേണ്ട ലെങ്ത്ത് കേട്ടോ. അതായത് നമ്മുടെ ഫ്രണ്ട് പ്ലേറ്റ്സിൻ്റെ ആ ലെങ്ത്തില്ലേ അത് നമ്മുടെ വേസ്റ്റിൻ്റെ അവിടെ വരെ നമ്മൾ അയൺ ചെയ്യണ്ടു. ബാക്കിയുള്ള പോർഷൻ ബാക്കോട്ട് പോകണതല്ല. അപ്പോൾ ഷോൾഡറിൽ നിന്ന് വേസ്റ്റ് വരെ നിങ്ങൾ ടേപ്പ് വെച്ചിട്ട് ബോഡി മെഷർമെൻറ്റ് നോക്കിയതിന് ശേഷം ആ മെഷർമെൻറ്റ് നമ്മുടെ സാരിയിൽ കൊടുക്കുക. അപ്പോൾ ഒരു 70-ഓ 60-ഓ അത് നമ്മുടെ ഓരോരുത്തരുടെ വണ്ണം അനുസരിച്ചിട്ടാവും വരാം. അത് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ വിഡ്ത്ത് വരേണ്ടത് നമ്മൾക്കൊരു 40 ആവാം, 50 ആവാം. അപ്പോൾ നമ്മളത് നമ്മുടെ ആ ഒരു രണ്ട് ഷോൾഡറും തമ്മിലുള്ള ആ വിഡ്ത്തില്ലേ, അതായത് നമ്മുടെ സാരി എല്ലാം കവർ ചെയ്ത് നിൽക്കുന്ന പോലെയുള്ള ഒരു രീതിയിൽ നമ്മൾ ടേപ്പ് കൊണ്ടൊന്ന് മെഷർ ചെയ്തതിന് ശേഷം അതും നമ്മൾ സാരിയിലേക്ക് കൊടുക്കുക. എന്നിട്ട് ആ ഒരു പോർഷനും നമ്മൾ നന്നായി ഒതുക്കിയതിന് ശേഷം അവിടെ അയൺ ചെയ്യുക കേട്ടോ. അപ്പോൾ ഫ്രണ്ട് പോർഷൻ നമ്മൾ കഴിഞ്ഞു. ഇതിന് ശേഷം നമ്മൾ സാരി ജസ്റ്റ് ഒന്ന് ചുറ്റി വന്നതിന് ശേഷം കറക്റ്റ് നേവൽ പോർഷനിലായിട്ട് പിടിച്ച് അവിടെ ഒരു പിൻ ചെയ്യുക. അതിന് ശേഷം നമ്മുടെ മുന്താണി പ്ലീറ്റ്സ് ജസ്റ്റ് ഇങ്ങനെ ഷോൾഡറിൽ വെച്ചതിന് ശേഷം ഈ പോർഷൻ നന്നായി ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് അവിടെ ഒരു പിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഒരു പ്ലേറ്റ് ഇങ്ങനെ വിട്ടിട്ട് വേണം നമ്മൾ പിൻ ചെയ്യാൻ. അതിന് ശേഷം ഈ രണ്ട് പിന്നിൻ്റെ ഇടയിൽ വരുന്ന സാരി പോർഷൻ കംപ്ലീറ്റ് നമ്മൾ പ്ലീറ്റ്സ് എടുത്ത് കൊടുക്കുക. പ്ലീറ്റ്സിൻ്റെ വിടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ
എത്ര പ്ലീറ്റ്സ് വേണോ അതനുസരിച്ചിട്ട് പ്ലീറ്റ് ഇതുപോലെ പിടിച്ചതിന് ശേഷം 2 എൻഡിലും പിൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ പ്ലീറ്റ്സ് കംപ്ലീറ്റ് അയൺ ചെയ്യുന്നില്ല. കാരണം കംപ്ലീറ്റ് അയൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ മെറ്റീരിയൽ ഭയങ്കര ഒതുങ്ങിപ്പോവും, അപ്പോൾ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടക്കിൻ ചെയ്യില്ലേ, നമ്മുടെ സെൻറ്റർ പ്ലീറ്റ്സ് ടക്കിൻ ചെയ്യുന്ന പോർഷനും അവിടെ നിന്ന് ഒരു 2-3 ഇഞ്ച് കൂടി വിട്ടിട്ട് നമ്മൾ നന്നായി അയൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഞെറിയുടെ ആ ഒരു പോർഷനൊക്കെ നല്ല ആ ഒരു നീറ്റായിട്ട് ഇരുന്നോളും, താഴോട്ടേക്ക് നല്ല ഫ്ലഫി ആയിട്ട് ഇരുന്നോളും, അങ്ങനെ പതിഞ്ഞു പോവില്ല കേട്ടോ. അപ്പോൾ ഈ പോർഷൻ കണ്ടല്ലേ, ആ പിന്ന് ചെയ്തിരിക്കുന്ന പോർഷൻ വരെ ഉള്ളിലോട്ട് പോവും. അവിടെ നിന്ന് ഒരു 2-3 ഇഞ്ച് താഴോട്ടേക്ക് വിട്ടിട്ട് ആ ഒരു പോർഷൻ കൂടി നന്നായിട്ട് അയൺ ചെയ്യുക. ബാക്കി ലെങ്ത്തിലേക്ക് അയൺ ചെയ്യണ്ട കേട്ടോ, നമ്മൾ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പിടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രീ പ്ലീറ്റിങ്ങിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളിത് മടക്കി ഫോൾഡ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ഒരാവശ്യത്തിന് വേണ്ടിയിട്ടാണല്ലോ അത് ഫോൾഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ പ്രൊഫഷണലായിട്ട് ഫോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അത് എന്നെ സംബന്ധിച്ചിട്ട് കുറച്ച് ടഫായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, ബോക്സ് ഫോൾഡിങ് ഇല്ലേ അത്. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ആവശ്യത്തിനാണെന്ന് വെച്ചാൽ നമ്മളൊരു ഹാങ്ങറിൽ ജസ്റ്റ് ഒന്ന് ഹാങ് ചെയ്തിട്ടാൽ മതി. പിറ്റൂസോ അല്ലെങ്കിൽ സാരി ഉടുക്കാനും അധികം ഫോൾഡുകൾ വരില്ല. നമ്മൾ ബോക്സ് ഫോൾഡിങ് കറക്റ്റായിട്ട് നമ്മൾ ചെയ്തില്ലെങ്കിൽ എക്സ്ട്രാ അവിടെ ഇവിടെയൊക്കെ ഫോൾഡ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ അയൺ ചെയ്തതിൻ്റെ ഭംഗി പോവും. അപ്പോൾ നമ്മൾ നോർമലായിട്ടുള്ള ആൾക്കാർ നമ്മൾ ജസ്റ്റ് ഹാങ്ങറിൽ ഇതുപോലെ നമുക്ക് പറ്റുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് ഹാങ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കോട്ടൺ മിക്സ് ആയിട്ടുള്ള സിൽക്ക് സാരിയുടെ പ്രീ പ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് ഡ്രേപ്പ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ ഫോൾഡ് ചെയ്ത് വെച്ച സാരി നമ്മൾ ഒന്നെങ്കിൽ തലേദിവസം ഫോൾഡ് ചെയ്ത് വെക്കുക കേട്ടോ. ഇത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. അതിന് ശേഷം സാരി ഡ്രേപ്പിംഗ് വളരെ ഈസിയാണ് കേട്ടോ. നമ്മൾ കറക്റ്റ് പ്രീപ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെഷർമെൻറ്റിൽ പ്രീപ്ലേറ്റ് ചെയ്താൽ നല്ല ഈസിയാണ്. അപ്പോൾ നമ്മൾ സാരി എടുക്കുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ സെൻറ്റർ പ്ലേറ്റ്സ് നമ്മുടെ നേവലിൻ്റെ സെൻറ്ററിൽ വരുന്ന പോലെ എവിടെയാണോ കറക്റ്റ് സെൻറ്ററിൽ വരുന്നത് അവിടെ പിടിച്ചതിന് ശേഷം ബാക്കി വരുന്ന സാരി നമ്മൾ ടക്കിൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കറക്റ്റ് പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ സാരി ചുറ്റി വരുമ്പോൾ നമ്മുടെ സെൻറ്ററിൽ തന്നെ നമുക്ക് ആ സെൻറ്റർ പ്ലേറ്റ്സ് കിട്ടും. ഇല്ലെങ്കിൽ നമ്മൾ ആദ്യമേ ടക്കിൻ ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്ലേറ്റ്സ് അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ നോക്കിയിട്ട് നമ്മൾ ഡ്രേപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്റർ പ്ലേറ്റ് സെൻറ്ററിൽ തന്നെ വരും. അപ്പോൾ സെൻറ്റർ പ്ലേറ്റ് ടക്കിൻ ചെയ്യണേക്ക് മുന്നേ നമ്മൾ ഷോൾഡർ പ്ലേറ്റ്സ് കറക്റ്റ് ലെങ്ത്ത് നോക്കിയിട്ട് നമ്മുടെ ഷോൾഡറിൽ പിൻ ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മുടെ നമ്മുടെ ഫസ്റ്റ് അതായത് നമ്മുടെ ചെസ്റ്റിൻ്റെ അവിടേക്ക് വരുന്ന പ്ലേറ്റില്ലേ, ആ പ്ലേറ്റ് നന്നായി പിടിച്ച് വലിച്ച് നല്ല ടൈറ്റാക്കിയിട്ട് നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലൂടെ കൊണ്ടുവരാം. എന്നിട്ട് ഈ ഒരു പോർഷൻ ഓൾറെഡി നമ്മൾ പ്ലേറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ പ്ലേറ്റ്സ് ആ ഒരു പോർഷൻ നമ്മൾ ടൈറ്റാക്കിയിട്ട് ഒരു പിൻ ചെയ്യുക. അതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ കൈ കൊണ്ട് ഇങ്ങനെ 2-3 ഞെറി കൊടുക്കാം, വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം, ഇല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ട് വിടാം. അതിനുശേഷം ഞാൻ അങ്ങനെ 2-3 ഞെറി അവിടെ പിടിച്ചത് മുന്നേ പിൻ ചെയ്ത പിന്നിന് തൊട്ട് മേലെയായിട്ട് പിൻ ചെയ്ത് കൊടുത്തു കേട്ടോ. അതിനുശേഷം നമ്മൾ സെൻറ്റർ പ്ലേറ്റ് സെൻറ്ററിൽ നല്ല രീതിയിൽ ടക്കിൻ ചെയ്യുക. നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും നമ്മുടെ ഷോൾഡർ പ്ലേറ്റ്സ് ഒന്നുകൂടിയും പിന്നൂരി നന്നായി ടൈറ്റ് ചെയ്ത് വലിച്ച് പിടിച്ചിട്ട് ഒന്നുകൂടിയും പിൻ ചെയ്ത് കൊടുക്കണമെങ്കിൽ ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈറ്റായിട്ട് തന്നെ ഇരിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അനാവശ്യമായ പിന്നുകളൊക്കെ മാറ്റിയിട്ട് നമ്മളൊന്ന് ഒതുക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ സാരി ഡ്രേപ്പിംഗ് ലുക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.